നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയന് വൻപിച്ച വിജയമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്ത് കഴിഞ്ഞ 35 വർഷമായി തുടരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് SPD ഭരണത്തിന് ഇതോടെ അന്ത്യമായി. ഞായറാഴ്ച നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CDU നേതാവ് ഗോൾഡൻ ഷ്നൈഡറുടെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ വൻ വിജയമാണ് കരസ്ഥമാക്കിയത്. ഇതോടെ നിലവിലെ മുഖ്യമന്ത്രി അലക്സാണ്ടർ ഷ്വൈറ്റ്സറിന് അധികാരം നഷ്ടമായി. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ശതമാനം CDU 30.6%, SPD 26.9%, AfD 20%, ഗ്രീൻ പാർട്ടി 7.7% നേടി. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങളും സംഭവിക്കാം. 35 വർഷത്തിന് ശേഷമാണ് ഈ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിലും ഒടുവിൽ CDU ലീഡ് നിലനിർത്തി. 50-കാരനായ ഷ്നൈഡറുടെ വിജയം ഗോൾഡൻ വിജയമായി. CDU ഇവിടെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, സുരക്ഷ എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ്, അതായത് AfDയുടെ മുന്നേറ്റം, തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfDയുടെ മുന്നേറ്റം 20% എത്തി. ഒരു പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനത്ത് ഈ പാർട്ടി നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. SPDക്ക് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ SPDക്ക് 9% വോട്ടുകൾ നഷ്ടമായി. എന്നാൽ പുതിയ സർക്കാരിൽ ഒരുപക്ഷെ CDUവിന്റെ ജൂനിയർ പാർട്ണറായി ഭരണത്തിൽ പങ്കാളികളാകാൻ ഇവർക്ക് സാധിച്ചേക്കും. മറ്റു പാർട്ടികളായ ഗ്രീൻ പാർട്ടിക്ക് വോട്ട് കുറയുകയും ചെയ്തു, 7.7%. ലിബറൽ പാർട്ടിയായ FDP വെറും 2% വോട്ട് മാത്രമാണ് നേടിയത്. അതോടെ പാർലമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. SPD പാർട്ടി തോറ്റതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉപചാൻസലറും ധനകാര്യമന്ത്രിയുമായ ലാർസ് ക്ലിംഗ്ബൈൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. ഇനിയും റൈൻലാൻഡ് ഫാൽസിൽ നടന്ന ഈ ഭരണമാറ്റം ഇവിടെയുള്ള മലയാളികളെയും കുടിയേറ്റക്കാരെയും എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, മൈഗ്രേഷൻ പോളിസി ഇപ്പോൾ വിജയിച്ച CDU പാർട്ടി ഭരണത്തിൽ നിന്ന് പുറത്തായ SPD, ഗ്രീൻ പാർട്ടി എന്നിവരെ അപേക്ഷിച്ച് കുടിയേറ്റ കാര്യങ്ങളിൽ അല്പം കൂടി കർശനമായ നിലപാടുകാരാണ്. രേഖകളില്ലാതെ എത്തുന്നവരെയും അഭയാർത്ഥികളെയും നിയന്ത്രിക്കുന്നതിൽ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇനി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കാര്യമെടുത്താൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെ, അതായത് നഴ്സുമാർ, IT ജീവനക്കാർ തുടങ്ങിയവർ ജർമ്മനിക്ക് അത്യാവശ്യമാണ്. അതിനാൽ നിയമപരമായ രീതിയിൽ വർക്ക് വിസ, ബ്ലൂ കാർഡ് തുടങ്ങിയവ ഉള്ളവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം യോഗ്യതയുള്ളവർക്ക് വേഗത്തിൽ ജോലി നൽകുന്ന രീതിയെയും ഇവർ പിന്തുണയ്ക്കും. ഇനി നഴ്സിംഗ്, ആരോഗ്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലയിലാണ് ഭൂരിഭാഗം മലയാളികളും ജോലി ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം CDU നേതാവ് ഷ്നൈഡർ പറഞ്ഞ പ്രധാന കാര്യം ആരോഗ്യ നയത്തിൽ മാറ്റം വരുത്തും എന്നാണ്. ആശുപത്രികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനും ഇവർ മുൻഗണന നൽകിയേക്കാം. ഇത് നഴ്സുമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കും കൂടുതൽ ജോലി സാധ്യതകൾ തുറന്നേക്കാമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി IT, സാമ്പത്തിക മേഖലയെ പറ്റി പറഞ്ഞാൽ CDU പൊതുവെ ബിസിനസ് സൗഹൃദ നിലപാടുള്ള പാർട്ടിയാണ്. വ്യവസായങ്ങൾക്കും കമ്പനികൾക്കും കൂടുതൽ ഇളവുകൾ നൽകുന്നത് IT മേഖലയുള്ളവർക്ക് ഗുണകരമാകും. കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇനിയും പൗരത്വ നിയമങ്ങളെ പറ്റി പറഞ്ഞാൽ, ജർമ്മനി അടുത്തിടെ പൗരത്വ നിയമങ്ങൾ ലഘൂകരിച്ചിരുന്നു. ഈ നിയമം ഫെഡറൽ തലത്തിലുള്ളതാണ്. സംസ്ഥാന ഭരണമാറ്റം കൊണ്ട് ഇതിൽ ഉടൻ മാറ്റം വരികയില്ലെങ്കിലും ഭാവിയിൽ കേന്ദ്രത്തിലും CDU അധികാരത്തിൽ വരികയാണെങ്കിൽ പൗരത്വ നിയമങ്ങൾ വീണ്ടും കർശനമാക്കാൻ സാധ്യതയുണ്ട്. ഈ AfDയുടെ മുന്നേറ്റം നൽകുന്ന സൂചന, തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD 20% വോട്ട് നേടിയത് കുടിയേറ്റക്കാർക്കിടയിൽ ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കില്ലെങ്കിലും കുടിയേറ്റ വിരുദ്ധ വികാരം സമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായേക്കാം. ഇത് ഭാവിയിൽ വിസ നടപടികൾ മറ്റും കൂടുതൽ പരിശോധനകൾക്ക് വഴിതെളിച്ചേക്കാം. ചുരുക്കത്തിൽ, നിയമപരമായ രീതിയിൽ ജോലിക്ക് പോകുന്ന മലയാളികൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അതിനുള്ള സാഹചര്യവുമില്ല. എന്നാൽ ഭാഷാ പഠനത്തിലും കൃത്യമായ രേഖകൾ ശരിയാക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഏറെ നല്ലതാണ്. ജർമ്മനിയിൽ ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നതായി പോലീസ് വെളിപ്പെടുത്തി. പാളത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തിയാണ് അട്ടിമറി ശ്രമം നടത്തിയത്. സംഭവത്തെപ്പറ്റിയുള്ള അന്വേഷണം സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏറ്റെടുത്തു. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ കാമനിൽ ട്രെയിൻ അപകടപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പാളത്തിൽ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി ശനിയാഴ്ച പുലർച്ചെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ആഹനിൽ നിന്ന് ഹാമിലേക്ക് പോവുകയായിരുന്ന റീജിയണൽ എക്സ്പ്രസ് ട്രെയിനാണ് പാളത്തിൽ വെച്ചിരുന്ന സ്ലാബുകളിൽ ഇടിച്ചത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. പാളത്തിൽ എന്തോ തടസ്സമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ എമർജൻസി
ബ്രേക്ക് ഉപയോഗിച്ച് വേഗത കുറച്ചുവെങ്കിലും ട്രെയിൻ സ്ലാബിൽ ഇടിച്ചു നിന്നു. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്. 309 യാത്രക്കാരുണ്ടായിരുന്നു ട്രെയിനിൽ. ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിനിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു ട്രെയിനിലേക്ക് മാറ്റി കയറ്റിയാണ് യാത്ര തുടർന്നത്. വലിയൊരു ദുരന്തം ലക്ഷ്യമിട്ടിട്ടുള്ള അട്ടിമറി ശ്രമമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. രാഷ്ട്രീയ പ്രേരിതമായ അക്രമമാണോ എന്ന് സംശയത്തെ തുടർന്ന് ജർമ്മൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി വിഭാഗം അന്വേഷണം ഏറ്റെടുത്തു. സംഭവ ദിവസം രാത്രി സംശയാസ്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ടവർ വിവരം അറിയിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ മലയാളികൾ ധാരാളമായി താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ കാരണം ട്രെയിൻ ഗതാഗതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയ്ക്ക് മുൻപ് റെയിൽവേ ആപ്പുകൾ വഴി കൃത്യമായ വിവരങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. എയർ ഇന്ത്യ തങ്ങളുടെ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കായി പുതിയ ആരോഗ്യ ഫിറ്റ്നസ് നയം നടപ്പിലാക്കുന്നു. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ കർശന നിയമം അനുസരിച്ച് നിശ്ചിത ശാരീരിക ക്ഷമതയില്ലാത്ത ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനും ശമ്പളം തടയാനും സാധ്യതയുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പരിശോധനകൾ. അനുവദനീയമായ അളവ് BMI 18-നും 24.9-നും ഇടയിലുള്ളവരെ നോർമൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. ഇവർക്ക് തടസ്സമില്ലാതെ ജോലിയിൽ തുടരാം. ഭാരക്കുറവും അമിതഭാരവും അതായത് BMI 18-ൽ താഴെയുള്ളവരും അതായത് അണ്ടർ വെയ്റ്റും 25-നും 29.9-നും ഇടയിലുള്ള ഓവർ വെയ്റ്റും പ്രത്യേക മെഡിക്കൽ പരിശോധനകൾക്കും കായികക്ഷമതാ പരീക്ഷകൾക്കും വിധേയമാകണം. ഇതിൽ പരാജയപ്പെടുന്നവരെ വിമാന സർവീസിൽ നിന്ന് മാറ്റി നിർത്തുകയും ശമ്പളം നൽകുന്നത് തടയുകയും ചെയ്യും. അമിതവണ്ണം അതായത് ഒബസിറ്റി BMI 30-ന് മുകളിലുള്ളവരെ അമിതവണ്ണം ഉള്ളവരായി കണക്കാക്കി ഉടനടി ജോലിയിൽ നിന്ന് മാറ്റും. ഇവർക്ക് ശമ്പളം ലഭിക്കില്ല. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഭാരം കുറച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കൂ. 1932-ൽ JRD ടാറ്റ സ്ഥാപിച്ച വിമാന കമ്പനി 1953-ൽ സർക്കാർ ദേശസാൽക്കരിച്ചിരുന്നു. എന്നാൽ 2022 ജനുവരിയിൽ ടാറ്റ ഗ്രൂപ്പ് വീണ്ടും എയർ ഇന്ത്യയെ ഏറ്റെടുത്തോടെ വലിയ മാറ്റങ്ങളാണ് കമ്പനിയിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ജീവനക്കാരുടെ കാര്യക്ഷമതയും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത്. ശരീരത്തിന്റെ ഉയരവും ഭാരവും തമ്മിലുള്ള അനുപാതമാണ് BMI. എന്നാൽ ഇത് എത്രത്തോളം കൃത്യമാണെന്നതിൽ തർക്കങ്ങളുണ്ട്. പേശികൾ കൂടുതലുള്ള കായിക താരങ്ങളെ പോലും BMI അമിത ഭാരമുള്ളവരായി തെറ്റായി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉത്തർപ്രദേശിലെ മധുരയിൽ പശു സംരക്ഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വ്യാപക അക്രമം ഉണ്ടായി. പ്രകോപിതരായ പ്രതിഷേധക്കാർ ഡൽഹി ആഗ്ര ഹൈവേ ഉപരോധിക്കുകയും പോലീസിനെ കല്ലെറിയുകയും ചെയ്തു. ശനിയാഴ്ച പുലർച്ചെയാണ് സ്വയം പ്രഖ്യാപിത ആത്മീയ ഗുരുവായി അറിയപ്പെടുന്ന ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടത്. പശുക്കളെ കടത്തുന്നു എന്ന സംശയത്തിൽ ഒരു വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെ വന്ന ട്രക്ക് അദ്ദേഹത്തെ ഇടിക്കുകയായിരുന്നു. ചന്ദ്രശേഖരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എന്നാൽ കന്നുകാലി കടത്തുകാർ ചന്ദ്രശേഖരെ മനഃപൂർവ്വം കൊലപ്പെടുത്തുകയാണെന്ന് വാർത്തകൾ പ്രചരിച്ചതോടെ സ്ഥിതിഗതികൾ വഷളായി. നൂറുകണക്കിന് അനുയായികൾ സ്ഥലത്ത് റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. അക്രമത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വരെയാണ് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി.com സന്ദർശിക്കാൻ. നന്ദി, നമസ്കാരം.